അയ്യപ്പ സംഗമത്തിന് എത്തുന്ന 35% ഭക്തരും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണെന്ന് തമിഴ്നാട് മന്ത്രി PK ശേഖർ ബാബു 24നോട്. ചർച്ചയിലെ ആവശ്യങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിക്കും. സർക്കാരുകൾ തമ്മിൽ കൂടിയാലോചിച്ച് ശബരിമലയിൽ ആവശ്യമുള്ളതെല്ലാം ചെയ്യുമെന്ന് PK ശേഖർ ബാബു പറഞ്ഞു. ஐயப்ப சங்கம் வேர்ல்டு லெவலில் இருக்க ஐயப்ப டிவோட்டிஸ் மொத்தமாக கேதர் செய்து ஒரு ஃபங்க்ஷன் செலிப்ரேட் பண்ணுது. அதில் தமிழ்நாடு சார்பில் ஞானம் PTR பாண்டியராஜனும் தமிழ்நாடு ഇവിടെ என்ன ഗ്രീവൻസ് ഇവിടെ കേരള സ്റ്റേറ്റ് പറയുതോ അത് തമിഴ്നാട് CMോട് പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യ முடியுமோ ஹெல்ப் செய்யலாம். என்ன ഇവിടെ അയ്യപ്പനോட டிவோட்டிஸ் 35% ஒன்லி தமிழ்நாடு மக்களாயிட்டு அது മനസ്സിലുണ്ട്. അയ്യപ്പ സന്നിധാനത്തിൽ നടക്കുന്ന എല്ലാ ഈവന്റുമേ ഗുഡ് ഈവന്റ്. ശബരിമല സന്നിധാനത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ലാൽകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ലാൽകൃഷ്ണൻ, പറയൂ. വളരെ സീനിയറായ മന്ത്രിയാണ് PK ശേഖർ ബാബു. അദ്ദേഹം ഒരുപാട് കാലം മന്ത്രിയായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്? ഗുഡ് മോർണിംഗ്. ആദ്യഘട്ടത്തിൽ തന്നെ PK ശേഖർ ബാബു സന്നിധാനത്തായിരിക്കില്ല, പമ്പയിൽ തന്നെ നിന്ന് വൈകിട്ട് 4:30 കൂടി സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. മാത്രമല്ല, സന്നിധാനത്തേക്ക് എത്തുന്ന ഇത്തരത്തിലുള്ള VIPകൾക്ക് പ്രത്യേക പരിഗണനകളൊന്നും ഉണ്ടാകരുത് എന്ന ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സാധാരണ ഭക്തനെ പോലെ ശബരിമലയിലെത്തി ദർശനം നടത്തി PK ശേഖർ ബാബു മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തിരിച്ചു മടങ്ങുന്ന പമ്പയിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് 24മായി അദ്ദേഹം സംസാരിക്കാൻ തയ്യാറ്. ആ സമയത്താണ് ഈ സംഗമം എന്ന് പറയുന്നത് വളരെ ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു സംഗമമാണ്. പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള അയ്യപ്പ ഭക്തർ ഈ സംഗമത്തെ വലിയ രീതിയിൽ തന്നെ വീക്ഷിക്കുന്നുണ്ട്. ക്രൗഡ് കൺട്രോളിംഗ് അടക്കമുള്ള കാര്യത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന കാര്യമായിരിക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളിൽ കേരള ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്തെല്ലാമാണോ അത് തമിഴ്നാട് മുഖ്യമന്ത്രി നേരിട്ടറിയിക്കുകയും അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതിന് പ്രധാന കാരണമായി അദ്ദേഹം പറഞ്ഞത് 35% വരുന്ന അയ്യപ്പ ഭക്തന്മാർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്. അവർക്ക് വേണ്ടി കൂടിയിട്ടാണ് താൻ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്നത്, അവരെ പ്രതിനിധിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എന്നിവ സംഗമത്തിൽ ഉന്നയിക്കും. അതോടൊപ്പം ഇവിടെ നിന്ന് ഉടുത്തുരിയുന്ന പുതിയ ആശയങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം ശബരിമലയുടെ വികസനത്തിന് എന്തെല്ലാം വേണമോ അതിന് തമിഴ്നാടിന് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യും എന്നൊരു കാര്യം കൂടിയാണ് പറഞ്ഞത്. എന്താണെങ്കിലും അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതീക്ഷിച്ച ഒരു തിരക്ക് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം, അത്തരം കാര്യങ്ങളൊന്നും നിലവിൽ സന്നിധാനത്തില്ല. ഇന്ന് ശനിയാഴ്ചയാണ്. സാധാരണഗതിയിൽ നല്ലൊരു തിരക്ക് അനുഭവപ്പെടേണ്ട ഒരു ദിവസം കൂടിയാണ് സന്നിധാനത്തും ശബരിമലയിലും പൊതുവെ. പക്ഷേ രാവിലെ മുതൽ നിയന്ത്രണ വിധേയമായ രീതിയിലുള്ള ഒരു തിരക്ക് മാത്രമാണുള്ളത്. മാസപൂജയാണെങ്കിൽ പോലും നാളെ നട അടയ്ക്കുന്ന ഒരു ദിവസം കൂടിയാണ് ശനിയാഴ്ച. സാധാരണഗതിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് വലിയൊരു തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. പക്ഷേ ഭക്തർക്ക് സുഗമമായ ദർശനത്തിനും സുഗമമായി പടി ചവിട്ടാനുള്ള സൗകര്യങ്ങൾ അടക്കമുണ്ട്. പ്രത്യേക നിയന്ത്രണങ്ങളോ സംവിധാനങ്ങളോ ഉണ്ടായിട്ടില്ല. വെർച്വൽ ക്യൂ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അല്ലെങ്കിൽ ഭക്തർക്ക്, തീർത്ഥാടകർക്ക് യഥേഷ്ടം ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് വരാനുള്ള ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എന്താണെങ്കിലും ഇന്ന് വൈകിട്ട് ഈ സംഗമം പൂർത്തിയാകുന്നതോടുകൂടി ബാക്കി അവിടെ സംഗമത്തിൽ പങ്കെടുക്കുന്ന കൂടുതൽ ആളുകൾ കൂടി ദർശനത്തിനായി എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.